ഇതേ കാര്യം തന്നെ കേരള കൗമുദിയിൽ പച്ചയ്ക്ക് മമ്മൂട്ടിയുടെ ചിത്രം വെച്ചെഴുതിയിരിക്കുന്നു. ആരുമെന്തേ കേരള കൗമുദി തെരുവിളിക്കാത്തത്? ആരുമെന്തേ കേരള കൗമുദി വ്യാജ വാർത്ത ഫാക്ടറിയാണെന്ന് പറയാത്തത്? നമസ്കാരം. മമ്മൂട്ടിക്ക് ക്യാൻസർ എന്ന വാർത്ത സത്യമോ വ്യാജമോ? അതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പ് മമ്മൂട്ടിക്ക് കുടൽ ക്യാൻസർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മറുനാടനിൽ ഒരു വീഡിയോ വന്നു. ആ വീഡിയോയുടെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു: മമ്മൂട്ടിയെ ക്യാൻസർ ബാധിച്ചോ, സോഷ്യൽ മീഡിയയിൽ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മുടെ മറുനാടിലെ സാജൻ സ്കറിയ എന്ത് ചെയ്യുന്നു, ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അത് ലക്ഷങ്ങൾ കാണുന്നു. ആൾക്കാർ പിന്നെ അന്തം വിട്ട് എന്താണ് മമ്മൂട്ടിയെ ആരാധിക്കുന്നവർ ഒരുപാടാണല്ലേ. മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മലയാളത്തിൽ തന്നെ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ ആരെന്ന് ചോദിച്ചാൽ ഒന്ന് മമ്മൂട്ടി, മറ്റൊന്ന് മോഹൻലാലുമാണ്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് അത്രമേൽ ആരാധകരുണ്ട്. അപ്പൊ അവരൊക്കെ ഞെട്ടി, കാരണം മമ്മൂട്ടിക്ക് പിന്നെ ക്യാൻസർ ബാധിച്ചു എന്നുള്ള സംഭവം വന്നു. അതിനുശേഷം പിന്നീട്, അതായത് ഈ മറുനാടൻ ഒരാളുടെ കുറിപ്പ് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം പറഞ്ഞത്. അതുമല്ല, ഈ മറുനാടൻ പറയുന്നത് അതിനുശേഷം പലരിടത്തും വിളിച്ചു ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് മമ്മൂട്ടിക്ക് ഇതുപോലെ പിന്നീട് കുടൽ ക്യാൻസർ ആണ്. അത് പ്രാഥമിക പിന്നെ ഘട്ടത്തിലാണ്. അങ്ങനെ അപ്പോളോ ഹോസ്പിറ്റലിൽ എന്തോ കൊണ്ടുപോയി ചികിത്സിക്കുന്നു. ഇനി 1 മാസത്തേക്ക് മമ്മൂട്ടി എന്തായാലും അഭിനയിക്കാൻ പറ്റത്തില്ല. ദുൽഖർ സൽമാനും പിന്നെ അഭിനയ ജീവിതത്തിൽ നിന്ന് കുറച്ച് സമയത്തേക്ക് എന്ത് ചെയ്തു, പിന്നെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർണാടൻ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം ഈ പറയുന്ന മമ്മൂട്ടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയുമായ ഒരു ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നാണ് മാറിയത്. അതിനോടൊപ്പം ഈ ചിത്രത്തിന്റെ, അതായത് എനിക്ക് തോന്നുന്നു ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ആരോ ആണ്, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആരോ മറ്റൊരു പോസ്റ്റ് ഇട്ടു. ഈ പറയുന്ന സാജൻ സ്കറിയ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്നും, അതായത് എനിക്ക് തോന്നുന്നു ഇതിന്റെ പ്രൊഡ്യൂസറിന്റെ പൈസ മുടക്കുന്ന ആരോ ആണ് ആ സംഭവം ഇട്ടത്. പച്ചക്കള്ളമാണ്, ഇങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്. മമ്മൂട്ടിക്ക് ഒരു പ്രശ്നവുമില്ല. മമ്മൂട്ടി എന്ത് ചെയ്തു, മമ്മൂട്ടിക്ക് ഈ പറയുന്ന വാർത്തയ്ക്ക് സഹജമായ എന്തോ ഒരു ചെറിയൊരു അസുഖം, അതായത് സാധാരണ ജനങ്ങൾക്ക് വരുന്ന ഒരു നോർമൽ ആയിട്ടൊരു അസുഖമാണ്. അവരുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ചുമ്മാ ഇതുപോലെ നമ്മുടെ പുള്ളിയുടെ ആ ഒരു പോസ്റ്റിൽ നമുക്ക് മനസ്സിലാകുന്നത് പുള്ളിയുടെ പടത്തിൽ ഇത് ഒരു നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ള തരത്തിലാണ് ആ ഒരു പോസ്റ്റ് വന്നത്. അതിനുശേഷം സോഷ്യൽ മീഡിയ എല്ലാം ഈ പറഞ്ഞ സാജൻ സ്കറിയെ പിന്നെ തെറി വിളിച്ചുകൊണ്ട് സാജൻ സ്കറിയ പിന്നെ എന്താണ് പിന്നെ വ്യാജ വാർത്ത പടച്ചു വിടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ പുറത്തെ വീഡിയോ ആയിരുന്നു. സാജൻ സ്കറിയക്ക് ഈ എന്താണ് പൂരത്തെറിയായിരുന്നു. പൂരത്തെറി എന്ന് മാത്രമല്ല, ഇപ്പൊ ഈ ഒരു പോസ്റ്റ് കൊടുക്കുക, സാജൻ സ്കറിയ നിര്യാതനായി അന്തരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് വരെ അടിച്ചിറക്കി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ വാർത്ത അറിഞ്ഞപ്പോൾ നമ്മൾ ഇത് തിരക്കി, ഇതെങ്ങനെ സത്യമാണോ. അപ്പം എന്റെ ഒരു ഫ്രണ്ടിന്റെ പിന്നീട് പരിചയത്തിൽ ഒരാൾ സിനിമയിൽ നല്ല രീതിയിൽ സിനിമയുമായിട്ട് നല്ല അടുപ്പമുള്ള ഒരാളുണ്ട്. അപ്പൊ അയാൾ നമ്മൾ ചോദിച്ചപ്പോൾ ഈ വാർത്ത സത്യമാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. ഈ വാർത്ത പിന്നെ സാജൻ സ്കറിയ ഇട്ട വാർത്ത സത്യമാണ്. എന്റെ ഫ്രണ്ട് വിളിച്ചത് അത് അങ്ങനെ പറഞ്ഞ സത്യമാണ്. പക്ഷെ അവര് പറഞ്ഞ രീതി അനുസരിച്ച് അത് അപ്പോളോ ഹോസ്പിറ്റലിൽ അപ്പൊ തന്നെ ഈ ഒരു സംഭവം, ഈ ഒരു അസുഖം തിരിച്ചറിഞ്ഞ ഉടനെ അവർ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി, USA പോയി എന്നാണ് നമുക്ക് അവിടെ കിട്ടിയ വാർത്ത. നമ്മൾ പിന്നെ ഇതിന്റെ ആധികാരികത ഇല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളവിടെ അതങ്ങ് വിട്ടു. ഇപ്പോ ഈ സാജൻ സ്കറിയ ഇതിനൊരു മറുപടിയുമായി വന്നിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ടൊരു മറുപടിയുമായി വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് പുള്ളി ഇതിനെക്കുറിച്ച് 2 വീഡിയോ ഇട്ടു. ആദ്യം ഒരു വീഡിയോ ഇട്ടു, ഈ വീഡിയോ ഇട്ടു. അതിനുശേഷം പുള്ളി വന്നിട്ട് ഞാൻ പറഞ്ഞ സത്യമാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പുള്ളി ഇടാൻ കാരണം പുള്ളിയെ കുറിച്ച് ഒരുപാട് അലിഗേഷൻസ് വരുന്നത്, കോടതിയിലെ ജഡ്ജി വരെ ഈ വ്യാജ വാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് സാജൻ സ്കറിയയുടെ ഈ വാർത്തയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു എന്നൊക്കെ പറയുന്നു. അതുമല്ല, ഇയാളുടെ തന്നെ സുഹൃത്തായ നമ്മുടെ അറിയില്ല അഖിൽ മാരാറും ഈ പുള്ളിയെ കുറിച്ച് ഒരു 6 മണിക്കൂർ മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് കണ്ടാൽ പുള്ളി ഇതിനൊരു മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ പോസ്റ്റ്, അഖിൽ മാരാർ ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: മമ്മൂക്കയുടെ ആരോഗ്യ നിലയുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദങ്ങൾ കത്തിച്ച് വാദപ്രതിവാദങ്ങൾ നിരത്തി ആഘോഷിക്കുകയാണ് ഓൺലൈൻ മാധ്യമങ്ങൾ. ഓക്കെ, ഇനി മറുനാടൻ മലയാളിയിലാണ് ആദ്യം ഇത്തരം വാർത്ത വരുന്നത്. ആ വാർത്തയ്ക്ക് പിന്നിൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, മമ്മൂക്കയ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന സത്യവും. 2, അതിന്റെ നിർമ്മാതാക്കളോട് സാജൻ സ്കറിയയ്ക്കുള്ള ശത്രുത. അതിന്റെ നിർമ്മാതാക്കളോട് സാജൻ സ്കറിയയ്ക്കുള്ള ശത്രുത. വാർത്തയിലെ സത്യത്തെ മുന്നിൽ നിർത്തി തന്റെ ശത്രുവിനെ അടിക്കുക എന്ന നയമാണ് വാർത്തയിൽ അദ്ദേഹം നടത്തിയത്. സത്യം പറഞ്ഞാൽ ഇത് വളരെ വലിയൊരു ആരോപണമാണ് സാജൻ സ്കറിയ എന്ത് ചെയ്തു, വ്യാജ പ്രചരണം, ആ ഒരു ശത്രുത മുതലാക്കിക്കൊണ്ട് ഇത്രയും വലിയൊരു വ്യാജ പ്രചരണം നടത്തുകയും അതുവഴി ആ സിനിമയെ എന്ത് ചെയ്യാൻ തൊലയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പറഞ്ഞ സാജൻ സ്കറിയ ആ ഒരു വാർത്ത കൊടുത്തത് എന്നുള്ളത്. നമുക്കറിയാം, സാജൻ ഒരുപാട് കാര്യങ്ങളിൽ ഈ പറയുന്ന
പിന്നെ അഖിൽ മാരാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് ഈ പറയുന്ന അഖിൽ മാരാറിന് മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പോ പുള്ളിയുടെ കാര്യം വ്യക്തമായി പുള്ളി പറയുന്ന അല്ലെങ്കിൽ പുള്ളി പറഞ്ഞ സാധനം സത്യമാണ് എന്നുള്ള ഒരു സംഭവം പുള്ളി ഇപ്പോഴത്തെ ഒരു വീഡിയോ ഇട്ടുണ്ട്. ആ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കേട്ടു നോക്കാം. ഓക്കെ, ബാധ്യതകളെല്ലാം മറികടക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതൊരു തെറ്റിദ്ധാരണയാണ്. ഞാൻ പറഞ്ഞത് വാസ്തവമാണ്. ഇനി ഞാൻ ഇന്നലെയും ഇന്നുമായി വന്ന 2 പത്രവാർത്തകൾ കാണിക്കാം. ഒന്ന് കേരള കൗമുദിയിലും മറ്റൊന്ന് ദീപികയിലുമാണ്. രണ്ടും ഇവിടുത്തെ അംഗീകൃതമായ 2 പത്രങ്ങളാണ്. ആരും ഈ വാർത്ത നിഷേധിച്ചിട്ടില്ല, ആരും ഈ വാർത്തയ്ക്കെതിരെ പൊട്ടിത്തെറിച്ചിട്ടില്ല. കേരള കൗമുദിയുടെ വാർത്ത എങ്ങനെയാണ്? ചികിത്സയ്ക്കായി മമ്മൂട്ടി വിശ്രമത്തിൽ. ചെന്നൈ. അഭിനയത്തിൽ നിന്ന് താൽക്കാലിക വിശ്രമമെടുത്ത മലയാളത്തിന്റെ പ്രിയങ്കരനായ നടൻ മമ്മൂട്ടി വൻകുടലിൽ അർബുദത്തിന്റെ പ്രാഥമിക ലക്ഷണം കണ്ടതിനെ തുടർന്ന് ഇന്നു മുതൽ ചെന്നൈയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം റേഡിയേഷന് വിധേയനാകും. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചിലർ പ്രചരിപ്പിക്കുന്നത് പോലെ യാതൊരുവിധ ആശങ്കയ്ക്കും അടിസ്ഥാനമില്ലെന്ന് അദ്ദേഹത്തെ പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കിയ മെഡിക്കൽ വിദഗ്ധർ പറഞ്ഞു. അതായത് കേരള കൗമുദി ആ വാർത്ത സ്ഥിരീകരിക്കുന്നു. വൻകുടലിന് അർബുദമാണ്. ഞാൻ ക്യാൻസർ എന്ന് പറഞ്ഞു, ഇവർ അർബുദം എന്ന് പറഞ്ഞു. അത്രയും വ്യത്യാസമേ ഉള്ളൂ. പ്രാഥമിക ഘട്ടത്തിലാണ്. ഞാനും അങ്ങനെ തന്നെ പറഞ്ഞു. 1ാം സ്റ്റേജിനേക്കാൾ താഴെയാണ്. ക്യാൻസറിന്റെ തുടക്കം മാത്രമാണ്, സൂചന മാത്രമാണ്. ആശങ്കപ്പെടാനേ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതേ കാര്യം തന്നെ കേരള കൗമുദിയിൽ പച്ചയ്ക്ക് മമ്മൂട്ടിയുടെ ചിത്രം വെച്ചെഴുതിയിരിക്കുന്നു. ആരും എന്തേ കേരള കൗമുദി തെരുവിളിക്കാത്തത്? ആരും എന്തേ കേരള കൗമുദി വ്യാജ വാർത്ത ഫാക്ടറിയാണെന്ന് പറയാത്തത്? ഇത് തന്നെയാണ് വേറൊരു ഭാഷയിൽ ദീപിക എഴുതിയിരിക്കുന്നത്. മമ്മൂട്ടിക്ക് പ്രോട്ടോൺ തെറാപ്പി ചികിത്സ ചെന്നൈയിൽ എന്നാണ് ദീപികയുടെ വാർത്ത. കൊച്ചി. വൻകുടലിൽ അർബുദത്തിന്റെ പ്രാഥമിക ലക്ഷണം കണ്ടതിനെ തുടർന്ന് മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടി വിശ്രമത്തിൽ. ചെന്നൈയിലെ പ്രമുഖ ആശുപത്രിയിൽ ഈ ആഴ്ച അദ്ദേഹം ചികിത്സയ്ക്ക് വിധേയനാകും. 5 ദിവസത്തെ പ്രോട്ടോൺ തെറാപ്പിയാണ് നടത്തുന്നത്. അതിനായി നാളെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. ഇത് ഇന്നലെ ദീപിക ദിനപത്രത്തിൽ വന്ന വാർത്തയുടെ ആദ്യത്തെ പാരഗ്രാഫാണ്. പിന്നെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പ്രോട്ടോൺ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോൺ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഇത് ആധുനിക റേഡിയേഷനാണ്. ക്യാൻസർ ബാധിത സെല്ലുകളെ കരിയിച്ചു കളയാനുള്ള കൂടുതൽ മികവാർന്ന സാങ്കേതിക വിദ്യയാണ് പ്രോട്ടോൺ തെറാപ്പി. റേഡിയേഷനാണ്. റേഡിയേഷന്റെ ഏറ്റവും പുതിയ വേഷനാണെന്ന് മാത്രം. ഇത് തന്നെയാണ് മറുനാടൻ പറഞ്ഞത്. മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ തുടക്കമാണ്, അപകടകരമായ അവസ്ഥയല്ല, നേരത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല, റേഡിയേഷനിലൂടെ അത് സുഖപ്പെടുത്തും, അതുകൊണ്ട് ഷൂട്ടിങ്ങിന് തടസ്സപ്പെടുത്തി. ഇത് മാത്രമേ മറുനാടൻ പറഞ്ഞുള്ളൂ. ഇതാണ് ഓക്കെ. ഇപ്പൊ ഈ വാർത്തയിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവാം എന്താണ് ഈ പറയുന്ന സാജൻ സ്കറിയ പറഞ്ഞ നുണയല്ല, അത് സത്യം തന്നെയായിരുന്നു. നമുക്കറിയാം എപ്പോഴും ഈ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു ചാനലാണ് പിന്നീട് ഈ സാജൻ സ്കറിയ, മറുനാടൻ മലയാളി അല്ലേ. എന്താണ് വളരെ ധൈര്യത്തോടു കൂടി ഏത് അപ്രിയ സത്യമായാലും വളരെ സങ്കൂറ്റത്തോടു കൂടി വന്ന് പിന്നീട് പറയുന്ന ഒരു ചാനലാണ്. പല വിഷയങ്ങളിലും ആദ്യം ഈ പുള്ളി ഇത് പറയുന്നതൊക്കെ വളരെ കറക്റ്റാണ്. ഈ പുള്ളി തന്നെയാണ് പല വിഷയങ്ങളും മറ്റ് മീഡിയസ് എടുക്കാൻ ഭയക്കുന്ന അല്ലെങ്കിൽ അപ്രിയ സത്യമെന്ന് നമ്മൾ പറയുന്ന ആ ഒരു വിഷയങ്ങളെല്ലാം ആദ്യമായിട്ട് പല വിഷയങ്ങളും കൊണ്ടുവന്നത് സാജൻ തന്നെയാണ്. ഇപ്പൊ സാജൻ ഈ പറയുന്ന കേരള കൗമുദിയും ദീപികയും ഈ 2 പത്രങ്ങളിലും വന്ന വാർത്തയാണ്. അത് എപ്പോ വന്നു എന്ന് വെച്ചാൽ ഈ വിഷയങ്ങൾ നടന്നതിന് ശേഷം. അതായത് പുള്ളി ഇങ്ങനെ ഒരു വാർത്ത പറയുന്നു, ഇത് വ്യാജ പ്രചരണമാണ് എന്ന് പറയുന്നു, അതിനുശേഷം അവർ കൺഫർമേഷൻ ചെയ്ത വാർത്തയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 100% വിശ്വസിക്കാം. മനസ്സിലായോ? ഇത്രയും ഒരു വിഷയം നടക്കുകയും ഇതൊരു വ്യാജ പ്രചരണമാണ് എന്ന് ഇത്രയും സോഷ്യൽ മീഡിയയിലൊക്കെ പാടുകയും ഒക്കെ ചെയ്തതിന് ശേഷം കേരള കൗമുദി പോലുള്ള അല്ലെങ്കിൽ ദീപിക പോലുള്ള പത്രങ്ങളിൽ അടിച്ചു വരണമെങ്കിൽ ഇന്നെന്താ വന്ന വാർത്തയാണ് കേട്ടോ. അങ്ങനെ അടിച്ചു വരാൻ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന മമ്മൂട്ടിക്ക് അസുഖമുണ്ട് എന്നും അതുമല്ല പിന്നീട് എന്താണ് അത് വലിയ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുമ്പോൾ അത് വലിയ പ്രശ്നമൊന്നുമല്ല, ചെറിയൊരു പ്രശ്നമുണ്ട്, അത് പ്രാഥമിക ഘട്ടത്തിലാണ്, ചികിത്സിച്ചാൽ മാറും എന്നുള്ളതൊക്കെയാണ്. പിന്നെ അതുമല്ല നമുക്കൊരു ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ സാജൻ സ്കറിയെ പോലുള്ള മറുനാടൻ പോലുള്ള ഒരു ചാനല് മമ്മൂട്ടിയെ കുറിച്ച് ഇത്രയും ഭീകരമായിട്ടുള്ള, ഇത്രയും ആൾക്കാരെ ഞെട്ടുന്ന, ഇത്രയും സെൻസേഷൻ ആയിട്ടുള്ള ഒരു ന്യൂസ് വിടുമ്പോൾ അതിന്റെ ആധികാരികത ചെക്ക് ചെയ്യാതെ ഇങ്ങനെയുള്ള ന്യൂസുകൾ പുറത്തുവിടുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും പുറത്തുവിടത്തില്ല. അപ്പൊ പുള്ളിക്ക് അത്രമേൽ കോൺഫിഡൻസോട് കൂടി കിട്ടിയ വാർത്ത തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പുള്ളി അവരുടെ ചാനൽ വഴി മമ്മൂട്ടിക്ക് പിന്നീട് ഈ ക്യാൻസറിന്റെ ആദ്യഘട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തയിട്ടത്. അപ്പൊ എന്തായാലും ഇപ്പോ വ്യാജ പ്രചരണം നടത്തുന്ന ഈ അഖിൽ മാരാർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പൊ വ്യാജ പ്രചരണം നടത്തുന്നത് എന്നുള്ളത് മറ്റൊരു സത്യം അല്ലേ. ഈ പിന്നെ സാജൻ സ്കറിയക്കെതിരായിട്ട് വീഡിയോ ഇട്ടവരെല്ലാം എന്ത് ചെയ്തു? അവരും ഒരു ആധികാരികതയും ഇല്ലാതെ ആരൊക്കെ പറഞ്ഞു കേട്ട് പറയുന്നില്ല. ഏതോ ഒരുത്തൻ പറഞ്ഞു പിന്നീട് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അവന്റെ ഇതെടുത്തുകൊണ്ട് അവരത് സത്യമെന്ന് പറഞ്ഞുകൊണ്ട് സാജൻ സ്കറിയ എന്ത് ചെയ്തു? തെറി വിളിച്ചു. ഇപ്പൊ വ്യാജ പ്രചരണം നടത്താൻ പറഞ്ഞാൽ അവരാണ് അല്ലേ. ഇപ്പൊ എന്തായാലും ഇതിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ അപ്പൊ തന്നെ
ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ വിളിച്ച് ചോദിച്ചായിരുന്നു, നമ്മൾ തിരക്കിയായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു അറിവും ഇങ്ങനെ തന്നെയാണ് പുള്ളിക്ക് ആ ഒരു സംഭവത്തിന്. പിന്നെ നമുക്ക് ഈ ഇങ്ങനെ ഒരു കത്തി നിൽക്കുന്ന സമയത്ത് ഒരു ആധികാരികതയില്ല, നമ്മളെ പോയി എടുത്ത് ഫ്രണ്ടിലോട്ടിടാൻ നമ്മളെല്ലാവരും കൂടി പൊങ്കാലയിടും. അപ്പോൾ സംഭവം ഇത് തന്നെയാണ്. പിന്നെ ആ പ്രൊഡ്യൂസറെ കേസ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ പേരിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയല്ല. ഇതിന്റെ പേരിൽ എന്ത് സംഭവിക്കണം? ഒരു മാസം പുള്ളി മാറിക്കഴിഞ്ഞാൽ ഇപ്പൊ ക്യാൻസർ ഒക്കെ ഈ പറഞ്ഞ എല്ലാ ജനങ്ങൾക്കും വരുന്ന ഒരു അസുഖം പോലെ മാറിയിട്ടുണ്ട് ക്യാൻസർ. അതുപോലെ മോഹൻലാൽ പോയി പിന്നീട് വാർദ്ധക്യ സഹജമായ അസുഖമാണ് മോഹൻലാൽ പോയി ഈ പറഞ്ഞ ശബരിമലയിൽ പോയി ഉഷപൂജ പോലുള്ള സംഭവങ്ങൾ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് മമ്മൂട്ടിയുടെ നാട് വരെ പറഞ്ഞ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഒരു കോമൺ ലോജിക്കാണ് അല്ലേ? കോമൺ നമ്മൾ എന്താണ് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്തായാലും മമ്മൂട്ടിക്ക് ഈ പറയുന്ന ക്യാൻസർ ഉള്ളത് എന്നുള്ളത് 100% സത്യം തന്നെയാണ്. പക്ഷെ അത് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടുപിടിച്ചു എന്നുള്ളത് കൊണ്ടും ഇത് വലിയ ഭയക്കാൻ എന്നുള്ളത് കൊണ്ടും ഈ പറഞ്ഞ ഒരു മാസത്തിനകം പുള്ളി പൂർവാധികം ആരോഗ്യ, പുള്ളിക്ക് 73 വയസ്സായിട്ടും ആ 73 വയസ്സിന്റെ ഒക്കെ ഒരു സംഭവം കാണും. അപ്പൊ ആ ഒരു പൂർവാധികം ശക്തിയോട് കൂടി മമ്മൂട്ടി തിരിച്ചു വരികയും ഒക്കെ ചെയ്ത് തന്നെ ചെയ്യും. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.